ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിക്ക് പീസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും ചിക്ക് എങ്ങനെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, 6 മാസം മുതലുള്ള കുട്ടികൾക്ക് തന്നെ ചിക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ ആദ്യം കാണുക. ഞാനിവിടെ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഹുമ്മൂസ് ഉണ്ടാക്കണേന്ന് നോക്കാം. ചിക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഹുമ്മൂസിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഹുമ്മൂസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കളേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഈ 4 കളേഴ്സും നാച്ചുറലായിട്ട് തന്നെ വെജിറ്റബിൾസ് എന്നുള്ള കളേഴ്സാണ്. അപ്പോൾ അത് നിങ്ങളുടെ വലിയൊരു കുട്ടിയാണ് നിങ്ങൾക്കുള്ളത്, ഒരു പിക്കി ഈറ്റർ ആണ്, വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടിയൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അവരുടെ ഡയറ്റിൽ പച്ചക്കറി ഉൾപ്പെടുത്താനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഹുമ്മൂസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം നല്ല കളറും ഉണ്ടാവും, പക്ഷേ അതിലൂടെ വെജിറ്റബിൾസും ചെല്ലും. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ, 1 വയസ്സിന് മുന്നേ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പല കളറിലുള്ള ഹുമ്മൂസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം 1 വയസ്സിന് മുന്നേ കുട്ടികൾക്ക് ഏറ്റവും മാക്സിമം കളറും ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. അപ്പം ഒരുപാട് കളേഴ്സ് അവരുടെ പ്ലേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ ഹുമ്മൂസ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഹുമ്മൂസ് 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻറ്റ് തരത്തിൽ എങ്ങനെയാണ് ഹുമ്മൂസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഹുമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുക്ക് ചെയ്ത ചിക്ക് പീസാണ്. പിന്നെ ലെമൺ ജ്യൂസാണ് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ഗാർലിക് പോഡ്സ് വേണം. പിന്നെ തഹീനിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഐ ബട്ടൺ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തവരൊക്കെ അതൊന്ന് പോയി കാണാം. പിന്നെ വേണ്ടത് ഒലീവ് ഓയിലാണ്. പിന്നെ സോൾട്ട് 1 വയസ്സിന് താഴെയുള്ള ബേബീസിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സോൾട്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ കളയുക, ഈ ചിക്ക് പീസിൻ്റെ സ്കിൻ കളയുക എന്നുള്ളതാണ്. സ്കിൻ കളയുക എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല, സ്കിന്നോട് കൂടിയിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഹുമ്മൂസ് ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ അത്ര നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ഹുമ്മൂസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ പീൽ ചെയ്യുന്നത്. ഈ ഒരു ഹുമ്മൂസാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ടൈപ്പ് ഹുമ്മൂസിനും ഒരു ബേസ് ആയിട്ട് വരുന്നത്. ഈ ഹുമ്മൂസാണ്.
നോർമൽ ഹുമ്മൂസ് നമുക്കൊരു 10-14 ദിവസം വരെ ഫ്രിഡ്ജിൽ ഒരു കേടും പറ്റാണ്ട് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ബാക്കി നിങ്ങൾ ഈ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ഹുമ്മൂസ് ഐ വുഡ് റെക്കമെൻഡ് ഓരോ ദിവസം നിങ്ങൾ ഉണ്ടാക്കി വെച്ച നോർമൽ ഹുമ്മൂസ് എടുത്തിട്ട് അതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് അത് അന്നന്ന് തന്നെ തീർക്കാൻ നോക്കുക. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്രത്തോളം ഇരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവുമാണ് ഉണ്ടാക്കാറ്. നോർമൽ ഹുമ്മൂസ് ഫ്രിഡ്ജിൽ യു ക്യാൻ സ്റ്റോർ ഇറ്റ് ഫോർ 14 days. ഹുമ്മൂസ് നിങ്ങൾക്ക് പല രീതിയിൽ കുട്ടികൾക്ക് സെർവ് ചെയ്യാം. ബ്രെഡിൽ ടോസ്റ്റിൻ്റെ മേലെ തിന്നായിട്ട് പുരട്ടിയിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തൊരു ടൈപ്പ് ഫുഡ്, ദോശയായിക്കോട്ടെ, പാൻ കേക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ ഫുഡിൻ്റെ മേലെയും ഒരു സ്പ്രെഡായിട്ട് യു ക്യാൻ യൂസ് ഹുമ്മൂസ് ഒരു സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹുമ്മൂസ് എപ്പോഴും തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭയങ്കര കട്ടിയായിട്ട് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കുക. അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നത്തെ ഒരു വഴി എന്നുള്ളത് ഈ ഹുമ്മൂസ് നിങ്ങൾക്കൊരു ഡിപ്പായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട്, അതിപ്പം സ്റ്റീംഡ് വെജിറ്റബിൾസോ അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ കൂടെ കുട്ടികൾക്കൊരു ഡിപ്പായിട്ടും നല്ലൊരു ഡിപ്പായിട്ട് കുട്ടികൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഹുമ്മൂസ് എന്നുള്ളത്. ഇതിപ്പം ഞാനൊരു പാൻ കേക്കിൻ്റെ മേലെ ബീട്രൂട്ട് ഹുമ്മൂസ് സ്പ്രെഡ് ചെയ്തതാണ്. ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഹുമ്മൂസ് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാ. ബൈ.